ഹലോ കൂട്ടുകാരെ, ഇടുക്കി ലൈവ് ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പം ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീടുകളൊക്കെ പൊട്ടിക്കേറിപ്പോയി വാട്ടർ ടാങ്ക് ഉണ്ട്, അത് ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ വീട്ടിൽ തന്നെ എങ്ങനെ വളരെ ചിലവ് കുറച്ച രീതിയിൽ നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാതിരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഇടുവാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ വാട്ടർ ടാങ്ക്, കീറിപ്പോയ വാട്ടർ ടാങ്കൊക്കെ നമ്മുടെ വീട്ടിൽ കാണും. അതൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ വളരെ ചിലവ് കുറച്ച രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ തന്ന വീഡിയോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കൊടുത്തൊരു സാൻഡ് പേപ്പർ എടുക്കണം. സാൻഡ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ആ പൊട്ടിക്കേറിയ ഭാഗങ്ങളില്ലേ, അതിലേക്ക് ഒന്നും നോക്കരുത്, നല്ല പോലെ അങ്ങ് തേച്ച് കൊടുത്തോണം. ഒരു കോംപ്രമൈസും ചെയ്ത കാരണം നല്ല പോലെ തേച്ച് കൊടുത്തില്ല എന്നാ പറ്റുന്നറിയോ, നിങ്ങളതിൽ വെള്ളം പശ ഗമ്മിടാൻ നേരത്ത് പിടിച്ചില്ലെങ്കിൽ പിന്നെ അതിൽ വെള്ളം ലീക്കായിട്ട് കമ്മി ബോക്സിൽ വന്ന് എന്നത്ര വിളിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ നല്ലപോലെ അവിടെ തേച്ച് കൊടുത്തിട്ട് ശേഷം ഇതുപോലൊരു പന്തൽ വള്ളി എടുക്കുക. പന്തൽ വള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ലേ, നമ്മൾ പന്തൽ കെട്ടാൻ ഉപയോഗിക്കുകയല്ലേ, അതേ വള്ളി. ആ വള്ളി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ നല്ലതായിട്ട് ആ ഹോളിൽ കൂടെ, ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, സോറി, എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോളില്ലേ, അത് ഞാൻ നേരത്തെ തന്നെ ഹോൾ ഇട്ട് വെച്ചതാണ്. നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും, നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ രീതിക്കാണ് ഞാനത് ഹോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് നിങ്ങളത് ഹോൾ ചെയ്യുക. അത് ഡ്രില്ല് ഉപയോഗിച്ചോ അഥവാ ഇപ്പം കമ്പി ഒരുക്കി ഹോൾ ചെയ്യുമോ, അങ്ങനെ വല്ലതും ചെയ്യുക. അപ്പം നമ്മളിങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്യണം. നല്ല വലിച്ചു മുറക്കി കിട്ടണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടി കയറി അകന്നു പോയ ഭാഗങ്ങളിലൊക്കെ നമ്മൾ അടുക്കണ്ടേ, അതിന് നമുക്ക് ഇതുപോലെ തയ്ച്ചാൽ മാത്രമേ അത് അടുക്കത്തുള്ളൂ. നമുക്കിതെങ്ങനെ തയ്ക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on we'll go. Finding life along the way, melodies we haven't played. No, I don't want no rest. Echoing around these walls, fighting to create a song. I don't wanna miss a beat. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on we'll go. And we'll grow in number, fueled by them to see the horizon, turn us to thousands. And we'll grow in number, fueled by them to see the horizon, turn us to thousands. ഗായ്സ്, അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് ആ പേടമെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. പൊട്ടി കീറിപ്പോയ ഭാഗങ്ങളൊക്കെ നിന്ന് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, നല്ല രീതിക്ക് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇത് ഒട്ടിക്കണം, പശ വെച്ച് ഒട്ടിക്കണം, നല്ല ലീക്കേജ് ഉണ്ടാവുമല്ലോ. ഇത് നമ്മൾ ഈ ഒരു ഹോളിൽ നമ്മൾ എന്നാ ചെയ്യാൻ പറയുക, നേരത്തെ ഇവിടെ ഒരു FT-MD വെച്ചായിരുന്നു ഇത് കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിനി അത് FT-MD എടുത്തിട്ട് ഇന്നത്തെ കണക്ട് ചെയ്യണം, അതും കൂടി ഉണ്ട് കേട്ടില്ലേ. ഇനി നമുക്ക് പശ എടുക്കാം. അപ്പം നമ്മൾ എടുത്ത പശ എന്ന് പറയുമ്പോൾ അറാൾട്ടൈറ്റ് എന്ന് പറഞ്ഞ പശയാണ്. ഇതിന് ഏകദേശം ഒരു 360 രൂപ ഇതിൻ്റെ വില. ഇതിന് 20 രൂപ. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് നമ്മൾ ഇത് വെച്ചാൽ സ്റ്റിച്ച് ചെയ്ത്. നമ്മൾ ഇനി ഇത് രണ്ടും ഈക്വൽ ആക്കി എടുത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്യണം, എന്നാലേ ശരിയാകത്തുള്ളൂ. നല്ല രീതിക്ക് നമ്മളിനി എടുക്കണം. ഇത് പൊട്ടിക്കാം നമുക്കാണ്. അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി മിക്സ് ചെയ്യാവേ. കേട്ടോ, രണ്ടും ഒരേ ക്രമത്തിലെടുക്കാവുള്ളൂ. ഉണ്ടല്ലോ നമ്മുടെ പശ ശേഷം അടച്ചു വെച്ചില്ല ശരിയാകത്തില്ല കേട്ടോ. ഈ പേസ്റ്റ് നല്ല വെള്ള പരുവോ അതുവരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ആ കളർ അങ്ങോട്ട് മാറണം, വെള്ള കളറായി മാറണം. എന്നാലും അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സ്ക്രീനിലത് കണ്ടാൽ മനസ്സിലായിരിക്കും. നല്ല രീതിക്ക് കളർ മാറുന്നുണ്ടോ? ഉണ്ടോ? നല്ലതായിട്ട് ഇളക്കിയിട്ട് അങ്ങനെ നല്ലതായിട്ട് നമ്മൾ കുഴച്ചെടുത്തിരിക്കുകയാണ്. നമുക്കിനി ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. പേസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവേ. കൈക്കാണ് തേക്കുന്നത്. കൈക്ക് തേക്കുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാക്സിമം കൈക്ക് തേക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ശീലമായി പോയത് കൊണ്ടാണ്. നല്ലപോലെ തേച്ചെടുക്കണേ. അല്ല പിന്നെ ഇത് ശകലം പോലും ഗ്യാപ്പില്ലാത്ത രീതി വേണം തേക്കണം. അല്ല പിന്നെ വാട്ടർ ലീക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുപോലെ തന്നെ നമ്മൾ അകത്തും ചെയ്യണം. അകത്ത് ഇച്ചിരി നല്ലതായിട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അകത്തല്ല നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒന്ന് ലീക്കേജ് വരാതിരിക്കാൻ വേണ്ടി അകത്ത് നല്ലതായിട്ട് ചെയ്യുന്നതല്ല. അങ്ങനെ MD നല്ല രീതിക്ക് നമ്മൾ പശ തേച്ചിട്ട് നമ്മളത് ഫിറ്റ് ചെയ്യാൻ പോകും. എന്നാണെന്നറിയാമോ, നമ്മളവിടെ നല്ല രീതിക്ക് അവിടെ പശ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കിന് അവിടെ നിന്നല്ലേ നമ്മൾ ഈ വാട്ടർ ടാങ്കിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് കാല് വെച്ച് തട്ടുകയോ ചവിട്ടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അവിടെ നല്ല രീതിക്ക് വെള്ളം പോകാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിക്കുള്ള പശ തേച്ച് കൊടുക്കണം. ഇതുപോലെ നല്ല റൗണ്ടിൽ അതിന് ചുറ്റും നല്ല കട്ടിക്ക് പശ ഇട്ട് കൊടുക്കണം. പിന്നെ എന്താണെന്ന് പറയുക ഗൈസ്, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നല്ല ഹോൾ ഇട്ടത് 180 ബിറ്റും കൊണ്ടാണ് ഹോൾ ഇട്ടത്. അപ്പോൾ അതിൻ്റെതായ വലിയൊരു ഹോളൊക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിക്ക് നല്ല രീതിക്ക് കട്ടിക്ക് പശ കഴിച്ച് കൊടുത്തില്ലെങ്കിൽ അത് വലിയ പണി കിട്ടും. കണ്ടില്ലേ, നിങ്ങൾ വീഡിയോക്ക് അത് കണ്ടില്ലേ, നല്ല കട്ടിക്ക് പശ ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒറ്റ പ്രാവശ്യമല്ലേ ഇത് തേക്കാൻ പറ്റത്തുള്ളൂ. അത് കാരണം നല്ല രീതിക്ക് കട്ടിക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ ചരടയിൽ കൂടെ ഈ നനഞ്ഞ് വെള്ളം വരാൻ ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല കട്ടിക്കിട്ട് കൊടുക്കണം. നമ്മൾ അതിൻ്റെ കോട്ടിങ് എല്ലാം നല്ല കറക്റ്റായിട്ട് വരണം. പിന്നെ ഒരു കാര്യം എന്നാന്ന് പറയുക ഗൈസ്, നമ്മൾ ഇന്നൊരു ദിവസം എന്നാന്ന് പറഞ്ഞാൽ നമുക്കിത് വെള്ളം ഒഴിച്ച് നോക്കാൻ പറ്റത്തില്ല. ഇന്നൊരു ദിവസം കഴിയണം. അപ്പം നമുക്ക് നാളെ നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാൻ പറ്റും. അപ്പം ഇത് കണ്ടില്ല, അകത്തൊക്കെ നല്ല രീതിക്ക് നമ്മൾ പശ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടറിയിക്കും നല്ല കട്ടിക്ക് നമ്മൾ പശ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഇത് കാണിക്കുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പശ കയറണം. അതുപോലെ നല്ല പൊട്ടലാണെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ പശ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അത് പൊട്ടിക്കയറിപ്പോൾ ചാൻസ് ഉണ്ട്. MDയിലൊക്കെയാണ് നല്ല കട്ടിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നാളെ വൈകിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതിങ്ങനെ ഇരിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല രീതിക്ക് അത് ഒട്ടിയിട്ടുണ്ട്. നല്ല രീതിക്ക് അത് ഒട്ടിയിട്ടുണ്ട്. നല്ല കട്ടിക്ക് പശ നല്ലതായിട്ട് തേച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല രീതിക്ക് ഒട്ടിയിട്ടുണ്ട്. ആ ഹോളിലൊക്കെ നല്ല രീതിക്ക് പശ ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളം ഒഴിച്ച് നോക്കാമെന്നാണ്. നല്ല രീതിക്ക് ഒട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പോകുക ഗൈസ്. നമ്മളങ്ങനെ അതിവിജയകരമായി നമ്മൾ ഒട്ടിച്ചെടുത്ത സാധനം നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കാൻ പോവുകയാണ്. കണ്ടോ, പുറത്തൊക്കെ ഉണ്ടോ നല്ല എന്നാ പറയുക, ഈ ഗ്ലാസ് ഇരിക്കുന്ന പോലെ ഇതിരിക്കുന്ന കേട്ടോ. നല്ല കട്ടിക്കാതിരിക്കുന്നത്. നല്ല കട്ടിക്കെന്ന് പറഞ്ഞാൽ നല്ല കട്ടിക്കായിരിക്കണം. നിങ്ങൾക്ക് കണ്ടില്ലേ, കണ്ടോ,
ഞാൻ കാണിക്കാൻ എന്നാ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര അടുപ്പിച്ച് കണ്ടിച്ചാലും മനസ്സിലാകത്തുള്ളൂ. ഉണ്ടോ നല്ല ഗ്ലാസ് നമ്മൾ ഇന്നലെ ഒട്ടിച്ച് വെച്ചേക്കുന്ന പോലെയാണെന്ന് നോക്കി. ഇത് കണ്ടില്ലേ നല്ല കട്ടിക്കായതുണ്ടോ. ഇനി നമുക്ക് ഒന്നും നോക്കണ്ട, ഒരു ബക്കറ്റ് വെള്ളം കണ്ടോ, പപ്പായാണ് ഒഴിക്കുന്നത് വെള്ളമേ. അപ്പോൾ ആദ്യത്തെ ബക്കറ്റ് വെള്ളം അതിൻ്റെ അകത്ത് ഒഴിച്ചിരിക്കുന്നു കണ്ടോ. ഈ വെള്ളം ഒഴിച്ച് നമുക്ക് ഇനി ഇത് നിറച്ച് വാട്ടർ ലീക്കും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് നമ്മൾ കാണിച്ചിട്ട് നമ്മൾ പോകത്തുള്ളൂ. കാരണം ചോദിച്ചാൽ നിങ്ങൾക്ക് വിശ്വസിക്കാം കേട്ടോ, ഞാനിത് യാതൊരു ഇതിനകത്ത് ഒന്നും നടത്തിയിട്ടൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് നിറച്ച് ഒരു 2 മാസം കഴിഞ്ഞ് ആണ് നമ്മൾ വാക്യൂം എടുത്തത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിന് വെള്ളമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. കണ്ടില്ലേ നിറച്ചും വെള്ളം കിടക്കുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് ഫുള്ള് വെള്ളം നിറച്ച് വെച്ചെന്ന് പറഞ്ഞാൽ ഒരു വീഴ്ചയില്ല, അവിടെ കിടന്നോളും. കണ്ട പ്രാവശ്യം കാണാം ശക്കല ലീക്ക് ഉണ്ടോ നോക്കി, ഒരു തുള്ളി ലീക്ക് ഉണ്ടോ നോക്കി, തുള്ളി പൊല്ലിക്കില്ല. നമ്മൾ ഈ സൈഡിലൊക്കെ നല്ലതായിട്ട് കെട്ടി വെച്ചേക്കണേ. നമുക്ക് ടാപ്പൊന്നും തൽക്കാലം എടുക്കാൻ ടാപ്പൊക്കെ തൽക്കാലം ഇപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെറസിൻ്റെ മണ്ടല്ലേ സാധനം വെക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് നല്ല രീതിക്ക് ഒട്ടിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് വെള്ളം ഒഴിച്ച് കാണിച്ചത്. കണ്ടോ നമ്മളിപ്പോൾ ഈ നേരത്തെ ഒരു അവസ്ഥ കാണണോ, നേരത്തെ ഇന്നെങ്ങനെ നോക്കിയാണ് കണ്ടോ, ഇങ്ങനെ പൊട്ടി കീറിപ്പോയ ഒരു വാട്ടർ ടാങ്കാണ് നമ്മൾ നല്ല രീതിക്ക് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തേക്കുന്നത്. കണ്ടോ ഇങ്ങനെ പൊട്ടിക്കയറുന്നൊരു വാട്ടർ ടാങ്കാണ്. ഇപ്പം കണ്ടോ അതിൻ്റെ അവസ്ഥ കണ്ടോ. ഇത് നമ്മൾ വല്ല ആക്രിക്കാർക്കൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നെങ്കിലോ നമുക്കൊരു വാട്ടർ ടാങ്കിൽ പോയില്ലേ. അപ്പം നമുക്കതിങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നാണ് നമ്മളത്തെ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് വേണമെങ്കിൽ ഇത് കൊടുത്ത നല്ല നല്ല വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ടാറ്റ.